വീഡിയോയില്ലേ അത് വീഡിയോയിലൂടെ അത് വീഡിയോ എന്തുവാടേ വേണ്ടാത്തൊരു ജന്മം കൊണ്ടുകൂടാ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പ് വന്നൊരു വാർത്തയാണ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും കണ്ടതുമാണ്. ഷാർജയിൽ വിഭജിക എന്ന് പറയുന്നൊരു യുവതി ആത്മഹത്യ ചെയ്തത്. സ്വന്തം കുഞ്ഞിനെയും കൊന്ന് പുള്ളിക്കാരി ആത്മഹത്യ ചെയ്യായിരുന്നു. ഭർത്താവിൻ്റെ ക്രൂരമായ പീഡനം കാരണമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. ഭർത്താവിൻ്റെ മാത്രമല്ല, ആ കുട്ടിയുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെയും സഹോദരിയുടെയും തീവ്രമായ ആ ഒരു ക്രൂരമായ പീഡനം കാരണമാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. അതിനുശേഷം അതിൻ്റെയൊക്കെ വാർത്ത കേട്ട് നമ്മളിങ്ങനെ ഞെട്ടിത്തെറിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ബോഡി പോലും അടക്കം ചെയ്തിട്ടില്ല. കുട്ടിയുടെ ബോഡി മാത്രം ഷാർജയിൽ അടക്കം ചെയ്തിട്ടേ ഉള്ളൂ. വിഭജികയുടെ ബോഡി ഇന്നോ നാളെയോ നാട്ടിലടക്കം ചെയ്യുമെന്നാണ് പറയുന്നത്. ആ വാർത്ത കെട്ടടങ്ങും മുമ്പേ ഇന്നലെ അതേ ഷാർജയിൽ റോള എന്ന് പറയുന്ന സ്ഥലത്ത്, വിഭജിക മരിച്ചത് ഷാർജയിൽ തന്നെ അൽനാദ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നലെ റോളയിൽ കൊല്ലത്തുള്ളത് തന്നെ, അതും ഈ വിഭജികയും കൊല്ലത്തുള്ളതാണ്. ഇപ്പം മരിച്ച കുട്ടി, അതായത് അതുല്യ, ആ കുട്ടിയും ആത്മഹത്യ ചെയ്തു. ആ കുട്ടിയും ആത്മഹത്യ ചെയ്തത് ഇത് തന്നെയാണ് സംഭവം. ഭർത്താവ് കള്ളുകൂടിയാണ്, കള്ളുകുടിച്ചുകൊണ്ട് ആ കുട്ടീനെ ഒരുപാട് ഉപദ്രവിക്കും. ആ ഒരു കേസും ഈ ഒരു കേസും തമ്മിൽ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അതുല്യയുടെ കേസ് വരുമ്പോഴത്തേക്ക് വീഡിയോ ആ കുട്ടി കുറച്ചൊക്കെ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ക്യാമറ ഫോണിലൊക്കെ എടുത്ത് കുട്ടിയുടെ വീട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയച്ചു കൊടുത്തിട്ടുള്ളത് മുമ്പൊക്കെ അയച്ചു കൊടുത്തായിരിക്കാം. അതിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്, ന്യൂസ് ചാനലിലൊക്കെ വരുന്നുണ്ട്. ഒരു സൈക്കോപാത്താണ്. നല്ലൊരു പെണ്ണ്, ഒരു പെൺകുട്ടിയുണ്ട്. ഒരു പെൺകുട്ടി, ഒരു കൊച്ചു നാട്ടിൽ ആ മരിച്ചുപോയ അതുല്യയുടെ അമ്മയുടെ അച്ഛനെയും കൂടെയുണ്ട്. മറ്റേ കേസ് വരുമ്പോഴത്തേക്കും ആ നിതീഷ് എന്ന് പറയുന്നവൻ, അതായത് വിഭജികയുടെ ഭർത്താവ്, അവനെതിരെ ഒരു കേസ് അവിടെ രജിസ്റ്റർ ആയിട്ടില്ല. നാട്ടിൽ കേസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. അവിടുത്തെ നിയമപ്രകാരം കുട്ടീനെ അച്ഛൻ പറയുന്നതാണ് അവിടുത്തെ അവസാനത്തെ വാക്ക്. അച്ഛന് കുട്ടീനെ ഇവിടെ അടക്കം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ ഈ വിഭജിക ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു ഭർത്താവിൻ്റെ പീഡനത്തെ പറ്റിയും സഹോദരിയുടെ പീഡനത്തെ പറ്റിയും സ്വന്തം അമ്മായിയച്ഛൻ്റെ പീഡനത്തെ പറ്റിയൊക്കെ. പക്ഷെ അവൻ്റെ പേര് അവിടെ കേസില്ല. പക്ഷെ ഇത് ഈ അതുല്യയുടെ കേസ് വരുമ്പോൾ അത് ഷാർജ പോലീസ് എന്തായാലും അന്വേഷിക്കും. കാരണം ഓൾറെഡി അവിടെ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, ഇതിപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരികയായിരുന്നു. മുമ്പ് കേരളത്തിലായിരുന്നു കൂടുതൽ, ഇപ്പം അത് ഗൾഫിലായി. അവിടെ മലയാളികളുണ്ടല്ലോ. ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കേസെടുത്ത് തന്നെ ഈ കുട്ടിയുടെ ഭർത്താവും ഈ കുട്ടിയും തമ്മിലുള്ള ആദ്യത്തെ 2-3 ഇഷ്യൂ അവർ നാട്ടിലൊക്കെ ഇങ്ങനെ കേസൊക്കെ ആയതാണ്. അത് എന്തൊക്കെയോ അവസാനം പറഞ്ഞ് അവർ ഈ കേസ് ഒത്തുതീർപ്പാക്കി. എൻ്റെ ചിന്ത അവിടെയൊന്നുമല്ല പോകുന്നത്. സ്വന്തം മോളെ ഒരു കെട്ടിക്കൊണ്ട് പോയ, അതായത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഉത്തരവാദിത്വവും കഴിഞ്ഞല്ലോ അമ്മയ്ക്കും അച്ഛനും. ആ ഒരു കുട്ടീനെ അടിക്കുകയും ഉപദ്രവിക്കുകയും കുട്ടിയെ പീഡനം വരുന്നെന്നുള്ളത് സ്വന്തം പെറ്റ തള്ളയ്ക്കും അച്ഛനും അറിയാം. എന്നിട്ടും ഈ കാലൻ്റെ വായിലോട്ട് വീണ്ടും ആ കൊച്ചിനെ തള്ളി വിടുകയാണ് ഉണ്ടായത്. പലരും നോക്കുമ്പോൾ ഒരു കുട്ടി ആ കൊച്ചിനെ കൊല്ലുന്നു, മരിക്കുന്നു, തൂങ്ങിച്ചാവുന്നു, അല്ലെങ്കിൽ ഞരമ്പ് മുറിക്കുന്നു. അപ്പം അവരത് ചെയ്യുന്നു? അവർക്ക് അവരുടെ സങ്കടങ്ങൾ പറയാൻ ആരുമില്ല. അവർക്ക് എപ്പോഴും ഓടിച്ചെല്ലാൻ കയറുന്നൊരു സ്ഥലമായിരിക്കും അവരുടെ വീട്, അവർ ജനിച്ച വീട്. പക്ഷെ അവരാരും കേൾക്കുന്നില്ല. നീ ഇതൊക്കെ ഒന്ന് സഹിക്കും മോളെ, കുടുംബമാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ, അതൊക്കെ പതുക്കെ അങ്ങ് മാറും. ഈ ഒരു വാക്ക് ഇത്രയും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാർ കൊടുക്കുന്ന വാക്ക് ഇതായിരിക്കും. എന്താ പറയാ, വലിയ സങ്കടമുണ്ട്. കാരണം മുമ്പ് ചാനൽ തുറന്ന വെട്ടിക്കൊലയും കഞ്ചാവും ഇതാണ്. ഇപ്പം ട്രെൻഡ് മാറി. ഇപ്പം ഭർത്താവിൻ്റെ പീഡനം കാരണം ഭാര്യമാരെ ആത്മഹത്യ ചെയ്യുന്നതിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഇനി തീരെ ജീവിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കളയുക. ആ ഒരു വ്യക്തിയെ ഇനി ചുമക്കരുത്. എന്തിനു ചുമക്കണം? ഇനി വരുന്ന തലമുറയ്ക്ക് പഠിപ്പിക്കേണ്ടത് ഒന്നുണ്ട്. സ്കൂളിൽ പാഠ്യ പുസ്തകങ്ങളിലൂടെ പഠിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പഠിപ്പിക്കണം. കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം, അതും കൂടെ നമ്മളെ സ്കൂളിലെ ടീച്ചർമാർ പറഞ്ഞു കൊടുക്കണം. സ്വന്തം നിലനിൽപ്പിൽ നിൽക്കാൻ പഠിക്കണം. എനിക്കിന്ന് ഒരാളെ വേണ്ടെങ്കിൽ വേണ്ട, അല്ലെ അവന് വേണ്ടെങ്കിൽ വേണ്ട, അല്ലെ അവൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ആ ഒരു തീരുമാനം എടുക്കണം. അല്ലാതെ മോക്കൊരു വിഷയം വരുമ്പം വീട്ടുകാരെടുത്ത് വിളിച്ചിട്ട് അമ്മ എനിക്ക് ഒട്ടും ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അമ്മ എനിക്കിവിടെ പറ്റത്തില്ല എന്ന് പറയുമ്പം അവരുടെ അടുത്ത് ഉറപ്പായിട്ടും പറയണം, മോളെ നിന്റെ വീടുണ്ട് ഇവിടെ, നീ ഇവിടെ വാന്ന് പറയാനുള്ള അമ്മയച്ഛന്മാർ ഇനിയെങ്കിലും ജനിക്കണം. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് വിഭജികമാരും അതുല്യമാരും എല്ലാം മരിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ എന്തെല്ലാം വിഷയങ്ങളാണ് നടക്കുന്നത്. അതിന് ഒറ്റ തീരുമാനം ഈ പെണ്ണുങ്ങൾ എടുക്കണം. പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും. ആ ഒരു സൈക്കോപാത്ത്, അവരുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ സൈക്കോപാത്താണെന്നുള്ളത്. നല്ലൊരു പെണ്ണ്, തങ്കം പോലത്തെ ഒരു പെണ്ണ്. അതൊക്കെ പോട്ടെ, 100 പവനും 200 പവനും ഒക്കെ കൊടുത്താണ് ഈ പെണ്ണുങ്ങളെ അവന്മാർക്ക് കെട്ടിച്ചു കൊടുക്കുന്നത്. ഒരു കൂലിപ്പണിക്കാരന് പെണ്ണ് കിട്ടാനില്ല. ഒരു കൂലിപ്പണിക്കാരന് പെണ്ണ് കൊടുക്കും ഇവരാരെങ്കിലും? അവന് കൊടുത്ത് അവൻ പൊന്നുപോലെ നോക്കും. ഇനിയും ഇതുപോലുള്ള വാർത്തകൾ കാണാനും കേൾക്കാനും ഇടവരാതിരിക്കട്ടെ. ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി. അത്രേ ഉള്ളൂ. ബൈ.